നിന്റെ മരുമോള് ഗർഭിണിയാണെന്നറിഞ്ഞു. സത്യം പറ, കല്യാണത്തിന് മുന്നേ നിന്റെ മോമല്ലോ ഒപ്പിച്ചയാണോ? പ്രേമിച്ചോണ്ടാണെന്നല്ലയോ? മൂത്തത് നിൽക്കുമ്പോ ഇളയതിനെ കെട്ടിച്ച് തന്നെ തെറ്റ്. അതിന്റെ കൂടെ ദാണ്ടിപ്പോ ഒരു കൊച്ചും. പെൺകൊച്ചാണോ ആൺകൊച്ചാണോ എന്ന് വല്ല ഊഹം ഉണ്ടോ നിനക്ക്? തുടക്കത്തിലെ ലക്ഷണം വെച്ച് നമുക്ക് പറയാന്ന്. എന്നാലും ഈ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളിനുള്ളിൽ തന്നെ ഇതൊക്കെ വേണമായിരുന്നോ? ഒന്നില്ലേലും ആ പെണ്ണിനോട് നിനക്കൊന്ന് പറയാൻ വയ്യായിരുന്നു? അവക്ക് കാര്യമായിട്ട് സ്വത്ത് വല്ലതും ഉണ്ടോടി? ഈ കൊച്ചിനെ പിന്നെ എങ്ങനെ നോക്കും? രണ്ടുപേരും കൂടെ എന്നാ ചെയ്യാനാ ഉദ്ദേശം? എന്നാലും ഇതിപ്പോ കുറച്ച് കടുത്ത കൈയായി പോയി കേട്ടോ. അവനൊരു നാണോമാനോ ഇല്ലേ? ഹലോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നേ കണ്ട വീഡിയോസിനകത്ത് പല പല ചോദ്യങ്ങൾ അതുപോലത്തെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങളിപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. പിന്നെ പല പല സ്റ്റേജിലൂടെയൊക്കെ ഞങ്ങൾ ഒരു പ്രഗ്നൻസി റിവീൽ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചും ഒക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇനി അടുത്ത ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പല പല സ്റ്റേജിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബ്രദറായിട്ടുണ്ട്, അളിയനായിട്ടുണ്ട്, മകനായിട്ടുണ്ട്, അമ്മാവനായിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു അച്ഛനാവാൻ പോകുന്ന ഒരു ഫീല് അറിയുന്നത്. ഭയങ്കര എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, ഒരു പ്രഗ്നൻസി ആയിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അത് അൺപ്ലാൻഡ് ആണെന്ന് പറയത്തില്ല. കാരണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. എന്ന് വെച്ചാൽ നാളെ ഒരു സമയത്ത് ഈ വീഡിയോ എന്തായാലും ആ കുഞ്ഞ് കാണുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ അത് കാണുമ്പോൾ അതിന് തോന്നിയോ ഞാനൊരു മിസ്റ്റേക്ക് ആയിരുന്നോ എന്ന് തോന്നിയാൽ അവിടെ പിന്നെ നമ്മൾ പേരൻസ് ആണെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ നേരിട്ടും അല്ലാതെയും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് പുറത്ത് കാണിച്ചില്ല. എന്നാലും പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയത്തില്ല ഇപ്പോഴും എങ്ങനെ അതിൻ്റെ വീക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നറിയത്തില്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പം ഇപ്പം നമ്മളോട് സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ് എത്ര വീക്സ് ആയിരുന്നു. നമ്മളത് പറയുമ്പോൾ ആണോ അപ്പം കല്യാണത്തിന് മുമ്പേ ആയിരുന്നല്ലേ എന്ന് പറയുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് പറയുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, അത് കേൾക്കുന്ന പേരൻസിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു പ്രഗ്നൻസി വീഡിയോ ഇട്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അടിയിൽ ഓർമ്മയുണ്ട് ആ കമൻറ്റ്? ആ ഒരു ചേച്ചിയായിരുന്നെന്ന് തോന്നുന്നു. 12 വർഷമായിട്ട് 2 വരയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നാണ്. അപ്പം അത് കണ്ടപ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. അപ്പം അത്രയും ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യത്തിനെ മറ്റുള്ളവർ പറയുന്നതിൻ്റെ പേരിൽ